COVID-19 ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും COVID-19 മുമ്പേ വന്നിട്ടുള്ളവർക്ക് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ ലോങ് കോവിഡിനെ കുറിച്ചാണ്. പുതിയ സയന്റിഫിക് സ്റ്റഡീസ് എല്ലാം ലോങ് കോവിഡിനെ കുറിച്ച് എന്താണ് പറയുന്നത്, ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫിനി. നമുക്ക് തുടങ്ങാം. COVID-19 കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ആ കണക്കുകളൊന്നും ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ കോവിഡിൻ്റെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത് 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കുറേ പേർക്ക് കോവിഡിന് മുമ്പേ ഇല്ലാത്ത തരത്തിലുള്ള പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് കാരണം അവർ കഷ്ടപ്പെടുന്നുണ്ട്. COVID-19 വന്ന സമയത്ത് അത് മൈൽഡായിട്ട് വന്നു പോയിട്ടുള്ളതാണോ? ചിലർക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ ആവശ്യമുണ്ടായിരുന്നു, ചിലർക്ക് ICU അഡ്മിഷൻ ആവശ്യമുണ്ടായിരുന്നു. ഇങ്ങനെ സിവിയർ കോവിഡ് വന്നവർക്കും ഇല്ലാത്തവർക്ക് പോലും ഇപ്പോൾ പുതിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. റീസെൻ്റായിട്ട് നടത്തിയിട്ടുള്ള പുതിയ സ്റ്റഡീസിൽ ഇതിൻ്റെ കാരണങ്ങളാണ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷനാണ്. എൻഡോത്തീലിയം എന്ന് പറഞ്ഞാൽ രക്തക്കുഴലിൻ്റെ ഉള്ളിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള സെൽ ലെയറാണ്. എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ വരുന്നതിനനുസരിച്ച് തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാം. ഉദാഹരണത്തിന് ഹാർട്ട് അറ്റാക്ക്, ഡയബറ്റിസ്, മെറ്റബോളിക് സിൻഡ്രോം, സ്ട്രോക്ക് ഉണ്ടാവാം. എൻഡോത്തീലിയൽ ലൈനിങ്ങിനെ ബാധിക്കുന്ന രക്തക്കുഴലുകൾ ഹാർട്ടിനെ സപ്ലൈ ചെയ്യാനുള്ള കൊറോണറി ആർട്ടറീസ് ആണെങ്കിൽ അതിനനുസരിച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാം. ബ്രെയിനിലേക്ക് പോകുന്ന സെറിബ്രൽ ആർട്ടറീസും മറ്റു തരത്തിലുള്ള ബ്ലഡ് വെസൽസ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രോക്കും ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ലങ്സിനെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസ് ആണെന്നുണ്ടെങ്കിൽ ഇത് കാരണം ലങ് ഡാമേജും ഫൈബ്രോസിസും ഒക്കെ ഉണ്ടാവുക. മുമ്പേ കോവിഡ് വന്നിട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള എൻഡോത്തീലിയൽ ലൈനിങ് കാരണം പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിലേറ്റവും കോമൺ ആയിട്ടും കണ്ടുവന്നിട്ടുള്ളത് ലങ്സിനെ ബാധിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഡിസ്നിയാണ്. ഡിസ്നിയ എന്ന് പറഞ്ഞാൽ ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. കോവിഡ് വരുന്നതിന് മുമ്പേ ലങ്സ് എത്ര എഫിഷ്യൻ്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, കോവിഡിന് ശേഷം അവരുടെ ലങ്സിൻ്റെ ഫംഗ്ഷനാണ് കുറഞ്ഞു പോകുന്നത്. ഇതിനനുസരിച്ച് എയർ എക്സ്ചേഞ്ചിൻ്റെ ക്വാളിറ്റി കുറയാം, രക്തത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയാം, ലങ് ഫംഗ്ഷൻ ഇമ്പയർമെൻ്റ് ആണ് നടക്കുന്നത്. ഇതിൻ്റെ ഒരു ഏർലി സിംറ്റം മാത്രമാണ് ഡിസ്നിയ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാർ മരണത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഇവരുടെ ലങ് ടിഷ്യൂവിൽ SARS-CoV-2 വൈറസും കണ്ടെത്തിയിട്ടുണ്ട്. ലോങ് കോവിഡ് എന്ന് പറയുന്നത് കോവിഡ് വന്നു പോയതിന് ശേഷം ഉണ്ടാകുന്ന പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. ലോങ് കോവിഡിൻ്റെ മറ്റൊരു പേര് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്നാണ്. ലോങ് കോവിഡിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നമാണ് ഫെറ്റീഗ് എന്ന് പറയുന്നത്, അതായത് വിട്ടുമാറാത്ത ക്ഷീണം. സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ് പോലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക. ഇതെല്ലാം ലോങ് കോവിഡിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളതും റീസെൻറ്റ് സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിൽ കാണാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഫൈൻഡിങ് എന്ന് പറയുന്നത് SARS-CoV-2 വൈറസ്. ഇത് COVID-19 ഉണ്ടാക്കിയ വൈറസിൻ്റെ പേരാണ്. ഈ വൈറസിൻ്റെ പാർട്ടിക്കിൾസും പുരുഷന്മാരുടെ പീനൈൽ ടിഷ്യൂവിലും കണ്ടെത്തിയിട്ടുണ്ട്. COVID-19 ശേഷം പുരുഷന്മാരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ കേസസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ലോങ് കോവിഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഈ സ്റ്റഡിയിൽ പറയുന്നത്. COVID-19 വന്നവരിൽ ഉണ്ടാകുന്ന എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷനും വാസ്കുലാർ ഡാമേജ്, അതായത് രക്തക്കുഴലിൽ ഉണ്ടാകുന്ന ഡാമേജുമാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലത്തെ ഇറക്ഷൻ പ്രശ്നങ്ങൾ പുരുഷന്മാരിൽ ഉണ്ടാക്കാൻ കാരണമെന്ന് ഈ സ്റ്റഡിയിൽ പറയുന്നുണ്ട്. എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ കൂടാതെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുന്നതും ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കൂടുന്നതും മൈറ്റോകോൺട്രിയൽ ഡാമേജും ഇത്തരത്തിലുള്ള ചേഞ്ചസും ലോങ് കോവിഡിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ കാരണങ്ങളാവുമെന്നും ഈ സ്റ്റഡിയിൽ പറയുന്നുണ്ട്. UK ബയോബാങ്കിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ പറയുന്നത് കോവിഡിന് ശേഷം ബ്രെയിൻ സ്ട്രക്ചറിൽ പോലും മാറ്റങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ്. ഇതിൻ്റെ ഭാഗമായി കോവിഡിന് ശേഷം പലർക്കും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൂടുതലായി കണ്ടിട്ടുണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഇതിൻ്റെ ഒരു കാരണമായേക്കാം. ചിലർക്ക് എഗ്രഷൻ, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നതും പേഴ്സണാലിറ്റിയിലുള്ള മാറ്റങ്ങളും ബിഹേവിയറൽ ചേഞ്ചസും സൈക്കോ സോഷ്യൽ ചേഞ്ചസും ഒക്കെ ലോങ് കോവിഡിൻ്റെ ഭാഗമായി കണ്ടിട്ടുണ്ട്. ഈ സ്റ്റഡിയുടെ അവസാനം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കോവിഡിന് ശേഷം കൂടുതലായി കണ്ടുവന്നിട്ടുള്ളത് BMI കൂടുതലുള്ള ആൾക്കാരിലും ഡിസ്ലിപ്പിഡീമിയ, അതായത് കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടി നിൽക്കുന്നവർക്കും ലോ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ളവർക്കുമാണെന്നാണ്. ലോ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എക്സസൈസ് തീരെ ചെയ്യാത്തവർക്ക്. കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയത്ത് അധിക പേരും വീട്ടിൽ തന്നെയായിരുന്നു. ജോലി സംബന്ധമായിട്ടുള്ള ട്രാവൽ ചെയ്യുന്നത് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ബോഡി അനങ്ങുന്നതും കുറവായിരുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റി കുറവായിരുന്നു. കോവിഡിന് ശേഷം കുറേ പേർക്ക് അവരുടെ ബോഡി വെയിറ്റ് കൂടിയിട്ടുണ്ട്, ഓവർ വെയിറ്റിലേക്കും ഒബീസിറ്റിയിലേക്കും ചെന്നെത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരിലാണ് പോസ്റ്റ് കോവിഡിൻ്റെ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. പോസ്റ്റ് കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾക്ക് വരാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളും കൂടി പറയാം. അതിൽ ആദ്യത്തേത് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും മധുരം കൂടുതലുള്ള ബേക്കറി ഫുഡും റെസ്റ്റോറൻറ്റ് ഫുഡും കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. എല്ലാ ദിവസവും വീട്ടിലത്തെ ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ അതിലും
ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ക്വാണ്ടിറ്റി 200-300 ഗ്രാമെങ്കിലും കഴിക്കാൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാ ദിവസവും 20 മിനിറ്റെങ്കിലും കാർഡിയോ എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ എൻഡോത്തീലിയൽ ഫംഗ്ഷൻ നമുക്ക് കൂട്ടാൻ സാധിക്കും. ഓൾറെഡി COVID-19 കാരണം എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് റിവേഴ്സ് ചെയ്യാനും എക്സസൈസ് ഹെൽപ്ഫുൾ ആണെന്നുള്ളത് പല സ്റ്റഡീസിലും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ബോഡി വെയിറ്റ് നോർമൽ ലെവലിൽ നിർത്താൻ സാധിക്കും. അതിനനുസരിച്ച് ലോങ് കോവിഡിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുന്നതാണ്. പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കേണ്ടതാണ്. സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. ഇതിനുവേണ്ടി മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസസും ഒക്കെ ചെയ്യാവുന്നതാണ്. COVID-19 സമയത്ത് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കോവിഡാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഓർമ്മയില്ലെങ്കിലും ലോങ് കോവിഡ് ആർക്കൊക്കെ വരാം ആർക്കൊക്കെ വരില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. കോവിഡിന് ശേഷം എന്തൊക്കെ തരത്തിലുള്ള പുതിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അതെല്ലാം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ കോവിഡിനെ കുറിച്ച് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.